പെങ്കൊച്ചിനെ കാണാൻ ആശുപത്രിയിൽ ചെന്നപ്പോ അത് അലമുറയിട്ട് ബഹളം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാ. പക്ഷെ ഈ ഭൂഷാപത്രങ്ങൾ പറയുന്ന പോലെ അതൊരു VIP കണ്ട് തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല. തലക്കേറ്റ ക്ഷതം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞതാ. സിറ്റ് ഡൗൺ പ്ലീസ്. പക്ഷേ സർ, ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയതിനു ശേഷം അന്ന് മാത്രമാണ് സുഹറ ബഹളമുണ്ടാക്കിയത്. സെക്കൻഡുകൾ നീണ്ട സുബോധത്തിലേക്കുള്ള തിരിച്ചുവരവിൽ സാറിനെ കണ്ട് ഭയന്നാണ് സുഹറ നിലവിളിച്ചതെന്ന് അന്നത്തെ ഡ്യൂട്ടി ഡോക്ടർ അരുൺകുമാർ മൊഴി തന്നിട്ടുണ്ട്. ആ ഡോക്ടർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ച് താൻ എന്നെ കേസിൽ പ്രതിയാക്കൂ? അല്ലേ, ഇത് നല്ല ന്യായമായി പോയി. ഞാനും ആശുപത്രിയിൽ കിടക്കുന്ന ആ കൊച്ചുമായിട്ട് മുമ്പ് യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ അതെന്നെ കണ്ട് പേടിക്കുന്നത്? സുഹറ അഹമ്മദ് സാറിന് മുമ്പ് 2 തവണ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? ഒന്ന് ആദിവാസി ഭൂമി സമരം നടക്കുമ്പോ, മറ്റൊന്ന് സ്വാശ്രയ കോളേജുകൾക്കെതിരെ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന സമരം നടത്തിയപ്പോ. പറഞ്ഞു വരുമ്പോ ഓർക്കുന്നുണ്ട്, നമ്മളിത് എത്ര പത്രക്കാരോട് സംസാരിക്കുന്നത്. എല്ലാം അക്കമിട്ട് ഓർത്തിരിക്കാൻ പറ്റൂ. പിന്നെ 1 മാസം മുമ്പ് ഏഷ്യ വിഷനിൽ നിന്ന് റിപ്പോർട്ടർ രാഖി സാറിന്റെ അടുത്തൊരു പ്രത്യേക അഭിമുഖത്തിന് സമയം ചോദിച്ചു വന്നപ്പോ അഭിമുഖം നടത്തുന്നത് സുഹറയാണെങ്കിൽ മാത്രം സമയം തരാമെന്ന് സഖാവ് പറഞ്ഞിരുന്നു. ശരിയല്ലേ? അത് മാത്രമല്ല രാഖി ഞങ്ങളോട് പറഞ്ഞത്, ഇക്കിളിപ്പെടുത്തുന്ന ഒരുപാട് SMS-കൾ സാറ് നിരന്തരം സുഹറയ്ക്ക് അയക്കാറുണ്ടെന്ന്. അതിൽ സുഹറ രാഖിക്ക് കൈമാറിയ 2 സ്റ്റൈലൻ മെസ്സേജുകൾ ഞാൻ ഇന്നലെ കണ്ടു. ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കുന്നു? ഒരു വരട്ട് തത്വവാദി എന്നറിയപ്പെടുന്ന സഖാവിന്റെ ഉള്ളിൽ ഒരു 4-കിട കാൽപ്പനികൻ ഉണ്ടെന്നുള്ളത് വലിയൊരു തിരിച്ചറിവായിരുന്നു. ചന്ദ്രശേഖര, ഉപദ്രവിക്കരുത്. അങ്ങനെ ഒരു പിശക് എന്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയി. അത് വെച്ച് താൻ എന്നെ ദ്രോഹിക്കരുത്. ഇങ്ങനൊരു സംഭവം സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞാൽ പിന്നെ സഖാക്കളെല്ലാം കൂടെ എന്നെ ഒതുക്കി കീഴ്കടത്തിക്കൊണ്ടിരുത്തിക്കളയും. ഒരു കിളുന്ത് പെണ്ണിനെ അടുത്ത് കണ്ടപ്പോ തോന്നിയ ഹാലളക്കത്തിനപ്പുറം എന്തെങ്കിലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഖാവ് സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ തമ്മിൽ കാണുമ്പോ കാര്യങ്ങൾ ഇത്ര സ്മൂത്ത് ആയിരിക്കില്ല. അതുവരെ കാണുന്ന കവലയിലൊക്കെ സ്ത്രീപീഡനത്തിനെതിരെ ഘോരഘോരം സംസാരിച്ച് കത്തി കയറിക്കോളും. യു ആർ സേഫ് only until then. ഇപ്പൊ ഞാൻ ഇഞ്ചെക്ട് ചെയ്ത ഡ്രഗ് ഓർമ്മയും ചിന്തയുമായി ബന്ധപ്പെട്ട് ചില എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇതുപോലുള്ള പേഷ്യൻസിൽ ചിലപ്പോഴൊക്കെ ഇത് ഫലപ്രദമാവാറുണ്ട്. ലെറ്റ്സ് ടേക്ക് എ ചാൻസ്. മിസ്റ്റർ ചന്ദ്രശേഖർ, സുഹറയ്ക്ക് സംഭവിച്ചിട്ടുള്ള അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ കുട്ടിയോട് പറയുക. ഷീ മേ സപ്ലിമെന്റഡ് വിത്ത് സം അൺനോൺ ഡീറ്റെയിൽസ്. അധികം ഒന്നും പ്രതീക്ഷിക്കരുത്. ചില സൂചനകൾ, അത് കിട്ടിയാൽ ഭാഗ്യം. I'll wait outside. താങ്ക് യു ഡോക്ടർ സുധാകർ. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഉടനെ ഡോക്ടർ ബാംഗ്ലൂരിൽ നിന്ന് പറന്നെത്തിയത് വെറുതെ ആവില്ലെന്നാണ് എന്റെ വിശ്വാസം. Let's pray to God. താങ്ക് യു. My pleasure. എന്നെ അറിയിക്കണമെന്ന് സുഹറ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും എനിക്കിപ്പോ അറിയാം. വൈകിട്ട് നേരത്തെ എത്താമെന്നൊരു പ്രോമിസ് വാപ്പിച്ചിക്ക് കൊടുത്തിട്ടാണ് സുഹറ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അല്ലെ? കിഷോറിനൊപ്പം ബൈക്കിലിരുന്ന് സുഹറ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. സുഹറയ്ക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത് വർക്കിച്ചനെ കുറിച്ചല്ലേ? റവന്യൂ മിനിസ്റ്റർ വർക്കിച്ചൻ നരിമറ്റം. യെസ്, കം ഓൺ. യെസ്. സ്റ്റുഡിയോയിൽ എത്തും മുമ്പ് സുഹറയ്ക്ക് ഹാരിസന്റെ കോൾ കിട്ടി. റൈറ്റ്? യെസ്. കാട്ടിനുള്ളിൽ ജോൺ വർഗസിന്റെ ഹൈഡൌട്ട് കണ്ടെത്തിയ സുഹറയും കിഷോറും കണ്ടത് ഹാരിസന്റെ ഗ്രാൻഡ് ഫാദർ യൂസഫിന്റെ കൊലപാതകമാണ്. റൈറ്റ്? പിന്നെ സംഭവിച്ചതെന്താണ്? Tell me, come on. You can do it. Tell me, Suhra. Oh. Come on. Yeah. Yes. Tell me. Come on. Okay. പറയൂ. Yeah. സുഹറ, ഹാരിസ് ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. He is safe. എനിക്കറിയേണ്ടത് ആ വീഡിയോ ടേപ്പ് എവിടെയെന്നാണ്. Where is that TV? എവിടെ? TV ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. Come on. You can do it. Yeah. Inside.
Gosh. Call the doctor. Sir. Did you get any response? Yeah, I think so. ഫിറ്റ്സ് വന്ന സ്ഥിതിക്ക് ലെറ്റ്സ് നോട്ട് ട്രൈ അഗൈൻ. Okay. Okay. ജോണെ, എനിക്കിനി റിസ്ക് എടുക്കാൻ ഒക്കത്തില്ല. തന്റെ ഏതോ ഫ്രോഡ് ഡോക്ടർ കൊടുത്തു വിട്ട മരുന്ന് കുത്തിവെച്ചാൽ അവിടെ തലച്ചോറ് പുഴുത്തു പോകുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഇപ്പോഴതേ അവള് ചന്ദ്രശേഖരനോട് കാര്യങ്ങൾ കുറേശ്ശെ ഓർത്ത് പറയാൻ തുടങ്ങി. ദൈവഭാഗ്യത്തിന് കൊക്കി നൊച്ച പുറത്തു വന്നിട്ടില്ല. എന്റെ കർത്താവെ, ആ വീഡിയോ കാസറ്റ് എങ്ങാനും അവന്റെ കൈ കിട്ടിയാൽ അതോടെ എന്റെ കച്ചവടം പൂട്ടി. എടാ നിർത്തോളൂ തന്റെ ഈ കോപ്പിലെ ചിരി. എനിക്കറിയാം താൻ സൈഫാ. എല്ലാം പുറത്തെറിഞ്ഞാൽ താൻ പറക്കും. കടല് കടന്ന് ദുബായിലേക്കോ ഖത്തറിലോട്ടോ മൗറീഷ്യസിലേക്കോ ഏത് കോപ്പിലേക്കെങ്കിലും. പക്ഷെങ്കിൽ താൻ ഒന്നോർത്തോ, ഞാൻ ഒറ്റയ്ക്കൊരു ദുരിതം അനുഭവിക്കത്തില്ല. അതിനും നമ്മൾ പാർട്ട്നേഴ്സ് ആയിരിക്കും. പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, പാർട്ട്നേഴ്സ് ഇൻ പണിഷ്മെന്റ്. താൻ ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? എന്നെയോ ജോൺ വർഗീസിനെയോ? ഇനി ഇതുപോലെ എന്തെങ്കിലും തന്റെ നാവിൽ നിന്ന് വീണാൽ ചവിട്ടി പിഴുതെടുത്ത് കായലി തള്ളു ഞാൻ. ഐ ആം സോറി ജോൺ, ഞാൻ പെട്ടെന്ന് വിട്. അവൾ, ആ സുഹറ, അവളിനി ആരോടും ഒന്നും പറയില്ല. പറയാൻ അവൾക്കിനി സമയം ഉണ്ടാവില്ല. സ്റ്റീഫൻ. ഹലോ. ആ സാർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി സാർ. വിത്തിൻ 5 minutes ഐ വിൽ ബി ദെയർ. ഓക്കെ സാർ. സോറി സാർ. ഡോക്ടർ. സാർ, സാർ, സുഹറ